മുഅ്മിനേ, കരഞ്ഞൊലിച്ച ഒട്ടകത്തിന്റെ പ്രയാസം മാറ്റിയ റസൂൽ, മിമ്പറിന്റെ കരച്ചിലടക്കിയ റസൂൽ, പറന്നു വന്ന പറവകളുടെ കണ്ണീരൊപ്പിയ റസൂൽ, അതാ തിരുമേനിയുടെ മുമ്പിൽ വന്ന മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളുടെ ഒക്കെയും ഹൃദയം തണുപ്പിച്ച റസൂൽ, നീയാകുന്ന ഉമ്മത്തൊരു പ്രയാസം പറഞ്ഞാൽ മടക്കി അയക്കുമോ? നീയാകുന്ന ഉമ്മത്തൊന്ന് നൊന്തു പറഞ്ഞാൽ ആ നേതാവ് മടക്കി അയക്കുമോ? നീയാകുന്ന ഉമ്മത്തൊന്ന് കരള് പൊട്ടി വിളിച്ചാൽ ഒട്ടകത്തിന്റെ നിലവിളി കേട്ട റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ മടക്കുമോ? ഇല്ല. ഓ മുഅ്മിനേ, ഓ മുഅ്മിനേ, ചെറുപ്പക്കാരെ, വിശ്വാസികളെ, ഉമ്മമാരെ, നമുക്ക് പല പ്രയാസങ്ങളും വന്നിട്ടുണ്ടാകാം, തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, കള്ളു കുടിച്ചിട്ടുണ്ടാകാം, ഹറാമ് വന്നുപോയിട്ടുണ്ടാകാം, തെറ്റിലേക്ക് നടന്നിട്ടുണ്ടാകാം. നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന കാരുണ്യത്തിന്റെ വാതിലേതാണ്? അതാ മദീനയുടെ വാതിലാണ്. മേ മദീനേ ചലാ ഫിർ കറം ഹോ ഗയാ. ഉരുകിയൊലിക്കുന്ന ഹൃദയവുമായി ഒന്ന് മദീനയിൽ ചെല്ലുമോ? അവിടെയുണ്ട് നിനക്കൊരു നേതാവ്. പൊട്ടിപ്പോയ പൊട്ടിപ്പൊളിഞ്ഞ ഹൃദയ വിചാരങ്ങൾ അടക്കി പിടിച്ച് കണ്ണുനീരും കൊണ്ട് ഒന്ന് മദീന പോകുമോ? അവിടെയുണ്ട് നിനക്കൊരു റസൂൽ, ഒട്ടകത്തിന്റെ കണ്ണീരൊപ്പിയ റസൂൽ, ആവലാതി പറഞ്ഞ കുരുവികൾക്ക് സ്വാന്തനം പകർന്ന റസൂൽ, ഓടി വന്ന മാൻപേടയെ തണുപ്പിച്ച റസൂൽ, പൊട്ടിക്കരഞ്ഞു നിന്ന ഈന്തപ്പന മടലിനെ തലോടിയ റസൂൽ. അങ്ങനൊരു റസൂൽ നമുക്കുണ്ട്. വഫീനാ റസൂലുള്ളാഹ്. അതൊരു ചെറിയ ചിന്തയല്ല. ഓടിക്കോ, നടന്നോ, ചലോ, മദീനയിലേക്ക് നടക്കാം. ഹബീബായ നബി തങ്ങളെ വാതിലിൽ മുട്ടാം. ഹൃദയത്തിന്റെ ഭാരമിറക്കി വെക്കാം. പ്രയാസങ്ങളുടെ പർവ്വതം അഴിച്ചു വെക്കാം. യുവാക്കളെ, നിരാശപ്പെടല്ല. ദുനിയാവിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ തെറ്റിൽ വീണുപോയതുകൊണ്ട് നീ ഇനി സ്വർഗത്തിലെത്തില്ലെന്ന് വിചാരിക്കല്ല. അല്ല പൊരുത്തപ്പെടൂലാന്ന് കരുതല്ല. നമുക്കൊരു റസൂലുണ്ട്, നമുക്കൊരു റസൂലുണ്ട്. കൊച്ചാപ്പയുടെ കരള് പിളർന്നു കുത്തിയെടുത്തവന് മാപ്പ് കൊടുത്ത റസൂൽ, നമുക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ നാളെ സുജൂദ് ചെയ്യുന്ന റസൂൽ, നമ്മളാകുന്ന ഉമ്മത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി.